ഇറ്റ്സ് മീ മാനു പറ്റമൽ ഫ്രം മാനുസ് കാർ വേൾഡ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു താർ പ്രേമിയാണ്. കാരണം ഈ 2020 താർ ഏറ്റവും ആദ്യത്തിൽ ഡെലിവറി ചെയ്ത് സ്വന്തമായിട്ട് ഉപയോഗത്തിന് എടുത്തൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. ആ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ താർ റോക്സ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തപ്പോൾ മറ്റേ വാഹനത്തെ അപേക്ഷിച്ച് എത്രയോ മെച്ചപ്പെട്ട ഒരു വാഹനം തന്നെ ഇതിന് പറയാം. ഇതിനുള്ള പല പ്രത്യേകതകളും ഈ വാഹനത്തിന് കൂടുതലായിട്ടുണ്ട്. അതായത് ഒന്ന് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതായത് 360 ക്യാമറ വരുന്നുണ്ട്, അലോയ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്. അതേപോലെ ഈ വാഹനം ഒരു വലിയ വാഹനമാണെങ്കിൽ പോലും നമുക്ക് എവിടെ കൊണ്ടുപോയി ഒതുക്കി പാർക്ക് ചെയ്യാനും പുൾ ഓവർ ചെയ്യാനും ഈ വാഹനത്തിന് വളരെയധികം സാധിക്കും. അതായത് ഒന്നാമത് ഇതിൻ്റെ കളറുകൾ, പല കളറുകൾ. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ റെഡ്, വൈറ്റ്, അതേപോലെ ഒരു നേവൽ ബ്ലൂ എന്നാണ് ഒരു നേവൽ ബ്ലൂ, ഈ 3 കളറും ഞാൻ നോക്കി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റ് കളറാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ വൈറ്റും റെഡും ബുക്ക് ചെയ്തിട്ടുണ്ട്. നേവൽ ബ്ലൂ കുഴപ്പമില്ല, ഇത് ബ്ലാക്കിനോട് സാമ്യമുള്ള ഒരു കളറാണ് നേവൽ ബ്ലൂ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൺറൂഫ്, പനോരമിക് സൺറൂഫാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ പനോരമിക് സൺറൂഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും ഏറ്റവും കൂടുതലാണ് ഇതിന്റെ സൺറൂഫ് വരുന്നത്. അതായത് ഈ ഒരു വലിയ ഭാഗം തന്നെ ഇതിന്റെ സൺറൂഫിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത്ര വലിയ ഒരു സൺറൂഫാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. വാഹനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ആകാശം മുഴുവൻ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും വലിയൊരു സൺറൂഫ്. സാധാരണ ഒരു വാഹനത്തിന്റെ അകത്ത് പോലും ഞാൻ ഇത്ര വലിയ സൺറൂഫ് കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റില്ല, അത്ര വലിയ സൺറൂഫാണ് ഇതിന്റെ അകത്തുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിന് പറയാനുള്ളത്, ഇതിൻ്റെ ഇന്റീരിയർ, ഡാഷ്, സ്റ്റെയറിങ്, ഇതെല്ലാം അത്ഭുതപ്പെടുത്തുക. അതായത് ഇതിൻ്റെ AC വിൻഡോസും മറ്റു കാര്യങ്ങളെല്ലാം പഴയ വാഹനത്തിൽ പോലെയാണെങ്കിൽ സ്വിച്ചസിലെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സീറ്റാണ്. ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ളി ഇലക്ട്രോണിക് ആണ്. അതായത് ലക്ഷറി വാഹനങ്ങളിൽ വരുന്ന പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പവർ സ്റ്റിയറിങ് അതൊരു രക്ഷയില്ല, വളരെയധികം സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ വാഹനത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് തന്നെ കമ്പനി വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഇതിൻ്റെ സൺറൂഫ്, അതേപോലെ ഇതിൻ്റെ ടോപ്പ്, അത് ഇൻറ്റീരിയർ എല്ലാം ഒരു ബീച്ച് കളറായത് തന്നെ അത്ര ഭംഗിയുണ്ട്. അത് ഒരു പക്ഷേ രാത്രി ആയത് കാരണം നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റില്ല എങ്കിൽ പോലും ഇതിൻ്റെ ഡാഷ്, മറ്റു കാര്യങ്ങളിൽ, അതേപോലെ കൺസോള്, സ്വിച്ചസ്, അതായത് മറ്റു വാഹനത്തിൽ, അതായത് ഇതിൻ്റെ താർ 2020 വരുന്ന സ്വിച്ചസിൻ്റെ അതേപോലെ തന്നെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത ഇതിൻ്റെ അഡാസ്. സാധാരണ അഡാസ് ഫീച്ചേഴ്സുള്ള വാഹനങ്ങളിൽ ഞാൻ അഡാസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇത് ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഭാഗമായി ഈ വാഹനത്തിൽ ഞാൻ അഡാസ് ഉപയോഗിച്ച് നോക്കി. അഡാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത 360 ക്യാമറ വരുന്നുണ്ട്. ഇതിൻ്റെ മോണിറ്ററിൽ വലിയ ഇതിൽ തന്നെ അതിൻ്റെ വാഹനത്തിനെ കാണിക്കുന്നുണ്ട്. അതായത് ഇതൊരു വലിയ വാഹനമാണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് ഈ വാഹനം യൂസ് ചെയ്യാനുള്ള എല്ലാ സ്പെസിഫിക്കേഷനും കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ഇത്രയും ചെറിയൊരു എമൗണ്ടിന് ഇത്രയും വലിയൊരു വാഹനം കമ്പനി നമുക്ക് തരിക എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാം. ഓൾറെഡി ആദ്യത്തെ താർ 2020 ഇറങ്ങുമ്പോൾ അതിൻ്റെ പുതിയ വാഹനത്തിൻ്റെ വില 15,87,000 രൂപയായിരുന്നു മാനുവൽ വാഹനത്തിന്. പക്ഷേ പിന്നീട് അത് പ്രൈസ് വളരെയധികം കൂടി ഏകദേശം 19-20 ലക്ഷം 21 ലക്ഷം രൂപ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം ലോഞ്ച് ചെയ്ത് ഡെലിവറി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനി ഈ വാഹനത്തിന് വില പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം അത്ര ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് 80 ലക്ഷം, 1 കോടിയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി ഈ വാഹനത്തിന്റെ ഇന്റീരിയറും ഇതിന്റെ ഫീച്ചേഴ്സും. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, താറ് ഉടൻ തന്നെ നിങ്ങൾക്ക് മാനുസ് കാർ വേൾഡിൽ പ്രതീക്ഷിക്കാം. മാനുസ് കാർ വേൾഡിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി തരുന്നതാണ്. ഞങ്ങൾ ഓതറൈസ്ഡ് ഷോറൂം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് വാഹനം ഓടിച്ചു നോക്കാൻ, വാഹനം വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോലും വാഹനം ഓടിച്ചു നോക്കാനും മറ്റുള്ള സൗകര്യങ്ങളും തീർച്ചയായിട്ടും മാനുസ് കാർ വേൾഡ് നിങ്ങൾക്ക് ഒരുക്കി തരാം. ഇറ്റ്സ് മീ മാനു പറ്റമൽ ഫ്രം മാനുസ് കാർ വേൾഡ്.